മഴക്കെടുതിയിൽ ഇന്ന് 3 പേർ മരിച്ചു. തിരുവനന്തപുരം മരിയനാട് വള്ളമറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിയനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത്. ഇടുക്കി മാങ്കുളത്ത് കാൽവഴുതി പുഴയിൽ വീണ താളുംകണ്ടം സ്വദേശി സനീഷിന്റെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ ചികിത്സയിലിരിക്കെ മരിച്ചു. കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. എറണാകുളം പള്ളിക്കരയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു. കനത്ത മഴയിൽ കണ്ണൂരിലെ ചെറുപുഴ പ്രാപ്പൊയിൽ രയരോം റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. വയനാട് കൽപ്പറ്റ ബൈപ്പാസിന് സമീപം ഉരുൾപൊട്ടി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, പള്ളിക്കരയിലെ സാഹചര്യം എന്താണ്? ജില്ലയിലെ പൊതുവായ കാലാവസ്ഥ എന്താണ്? വേണു, ജില്ലയിൽ അതിശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. ഇപ്പോഴൊരൽപ്പം മഴ മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ ഇടവിട്ട മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ വനമേഖല, ഗ്രാമീണ മേഖലയൊക്കെ ഇപ്പോഴും അതിശക്തമായ മഴ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പലയിടത്തും മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വീണ്ടും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ പള്ളിക്കരയിലെ കാര്യമെടുത്താൽ അവിടെ മുട്ടംതൊട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. ഇന്നലെ രാത്രി 10:30-ക്കാണ് ഈ വലിയ കുന്നിടിഞ്ഞ് വീടിന്റെ പിറകുവശത്തേക്ക് വീണത്. 2 മുറികൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കിടപ്പ് മുറിയിലെ ജനലുകൾ, അലമാരകൾ, കട്ടിൽ എന്നിവയ്ക്കും നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ പെരിയാറിൽ നിലവിൽ ഇപ്പോൾ ജലനിരപ്പൊന്ന് താഴ്ന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിരുന്ന ക്ഷേത്രത്തിൽ നിന്നും വെള്ളം ഇറങ്ങുകയും ചെയ്തു. പക്ഷേ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. മഴ ശക്തിയായി തന്നെ പെയ്യുകയാണ്. ഒരല്പം മാറി നിൽപ്പുണ്ട് ഈ ഒരു അരമണിക്കൂറായി എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, കോട്ടയത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കാര്യമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിലും പെയ്യുന്നില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ പല മേഖലകളിൽ, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ജലനിരപ്പ് ഇതേ തുടർന്ന് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴൊരു ആശങ്ക നിലനിൽക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ ചെങ്ങളം അടക്കമുള്ള ചില മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കാരണം കുമരകത്തെ കായലിലേക്ക് വെള്ളം പോകാത്ത ഒരു സാഹചര്യമുണ്ട്. പാടശേഖരങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിഴക്ക് നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകി പോകുന്നില്ല, കായലിലേക്ക് പോകുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ചെങ്ങളം അടക്കമുള്ള പ്രദേശങ്ങളിൽ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കോട്ടയം കുമരകം റോഡിൽ ചെങ്ങളം ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ അവിടെ പോയിരുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ 3 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 12 കുട്ടികളടക്കം 45 ആളുകളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് നിരോധനമുള്ളത്. ഒപ്പം തന്നെ രാത്രികാല യാത്രാ നിരോധനം ഈരാറ്റുപേട്ട, തീക്കോയി, വാഗമൺ റൂട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖനന പ്രക്രിയകൾക്കും ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. വേണു, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. പ്രതീഷ്, എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണു, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും വടക്കൻ കേരളത്തിൽ തന്നെയായിരിക്കും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാകുന്നത്. 10 മണിക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വരുന്നതാണ്. അല്പസമയത്തിനകം തന്നെ പുതിയ കാലാവസ്ഥ അപ്ഡേറ്റ് വരുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴ മലബാർ മേഖലകളിൽ ഉണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും കാലാവസ്ഥാ കേന്ദ്രം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിരിക്കും വരും ദിവസങ്ങളിൽ, അടുത്ത 3 ദിവസം മഴ കൂടുതൽ ശക്തമാകുന്നത്. മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഒപ്പം പ്രത്യേക ജാഗ്രത മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലയിലുള്ളവരും
എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ മലയോര മേഖലകളിലുള്ളവർ റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്ന കാര്യം. ഒപ്പം ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. മിക്ക ടൂറിസം കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഇതിനോടകം ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം ബീച്ചുകളിലേക്കും പോകുന്നതിന് നിയന്ത്രണം പല ഇടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നത് കൂടിയാണ് ഈ മഴ, അതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഈ മഴ സംസ്ഥാനത്ത് ശക്തമാകുന്നത്. ഒപ്പം ബംഗാൾ ഉൾക്കടലിൽ നേരത്തെ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഒരു സ്വാധീനവും കേരളത്തിൽ മഴയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച ഈ ഒറ്റപ്പെട്ട ശക്തമായ മഴ മാത്രമാണ് നിലവിൽ ഉള്ളത്. ഇന്നലെ രാത്രി ശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിലും നഗരമേഖലകളിലും ഉണ്ടായിരുന്നു. നിലവിൽ ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചുള്ളത്. പക്ഷേ ഇന്ന് ഒരു അപകടം കൂടി തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഒരു വള്ളം അപകടത്തിൽപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചിട്ടുണ്ട്. മരിനാടാണ് അപകടം നടന്നത്. രാവിലെ മത്സ്യബന്ധനത്തിന് 6 പേരുമായി വള്ളത്തിൽ പോയ വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. ഈ കടൽ വീണ മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. എന്തായാലും പ്രത്യേക ജാഗ്രത സംസ്ഥാന വ്യാപകമായി ഉണ്ടാകണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ കേന്ദ്രവും നൽകുന്ന മുന്നറിയിപ്പ്. വേണം. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.